നാരായണ 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 നാരായണ. പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പ്രാചീന പരിഹസിച്ച് പോയി കുറേ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായ പ്രതേതസ്സുകൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്ന് രുദ്രഗീതം എന്ന സ്തോത്രം പാടിക്കൊണ്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഭഗവാൻ അവരുടെ മുമ്പിൽ വന്നു. അവർ വീണ് നമസ്കരിച്ചു. നല്ല ഭക്തിയോടുകൂടി അവർ സ്തുതിച്ചു. സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ പറഞ്ഞു, ഇനി നിങ്ങൾ പൊയ്ക്കോളൂ. നിങ്ങൾ 10 പേരും കൂടി ഒരു പെൺകിടാവിനെ വിവാഹം ചെയ്യുക. 10 പേർക്കും കൂടി ഒരു പുത്രൻ ജനിക്കും. ആ പുത്രനെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. സമയമാവുമ്പോൾ എൻ്റെ അടുക്കിലേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. അവരപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കിനി ഗൃഹസ്ഥാശ്രമമൊന്നും വേണമെന്ന് തോന്നണില്ല. അവിടുത്തെ ഭജിച്ചതിൻ്റെ ആനന്ദം ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി ഗൃഹസ്ഥാശ്രമത്തിൻ്റെ സുഖമൊക്കെ എന്ത് നിസ്സാരം, അതൊന്നും ഞങ്ങൾക്ക് വേണ്ടാന്ന് തോന്നുകയാണ്. പാരിജാതപ്പൂവിൻ്റെ സുഗന്ധം ആസ്വദിച്ച ഒരു വണ്ടിന് വെറും കാട്ടുപൂവിൻ്റെ സുഗന്ധം ആസ്വദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുമോ? ഭഗവത് ഭജനത്തിൻ്റെ ആനന്ദം എവിടെ കിടക്കണോ? ഗൃഹസ്ഥാശ്രമത്തിൻ്റെ നിസ്സാര സുഖം എവിടെ കിടക്കണോ? ഞങ്ങൾക്ക് വേണ്ട അതൊന്നും. എന്ന് മാത്രമല്ല, ഈ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പലതരം കുടുക്കുകളും കുരുക്കുകളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേണ്ട. ഭഗവാൻ പറഞ്ഞു, വിവാഹം ചെയ്തു എന്നതുകൊണ്ട് കുരുക്കുണ്ടാവണം എന്നൊന്നുമില്ല. എന്നെ ഭജിക്കുക, എൻ്റെ കഥകൾ കേൾക്കുക, എൻ്റെ നാമം ചൊല്ലുക, എൻ്റെ കീർത്തനം പാടുക, എന്നെ പൂജിക്കുക, ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ ഗൃഹസ്ഥാശ്രമ ജീവിതം നോക്കുക. അയാൾക്ക് വലിയ കുടുക്കും കുരുക്കും ഒന്നും അനുഭവപ്പെടില്ല. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം. നിങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ പോയിക്കോളൂ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചോളൂ. അവരപ്പം തന്നെ പറഞ്ഞു, ഇവിടുന്ന് പോയാൽ ഒരു പക്ഷേ ഞങ്ങൾ അവിടുത്തെ മറന്നു എന്ന് വരാം. ഞങ്ങൾ ഇതേവരെ ജപിച്ചുകൊണ്ടിരുന്ന മന്ത്രവും ചിലപ്പോൾ മറന്നു എന്ന് വരാം. അങ്ങനെ മറക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മഹാത്മാവിനെ ഞങ്ങളുടെ അടുക്കിലേക്ക് പറഞ്ഞയക്കണം. മഹത്സമാഗമത്തിൻ്റെ ആനന്ദം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. സ്വർഗത്തിൽ പോലും ഇല്ല ഇത്രയും ആനന്ദം. ഭഗവാൻ ഏറ്റു. വേണ്ടി വന്നാൽ ആരെങ്കിലും ഞാൻ പറഞ്ഞയച്ചോളാം എന്ന്. 10 പേരും അവിടുന്ന് തിരിച്ചു പോന്നു. പ്രാചീന പരിഹസിച്ച് പോയിട്ട് കാലം കുറെ കഴിഞ്ഞു. ഇപ്പം പഴയ കൊട്ടാരമൊന്നും അവിടെ ഇല്ല. അവിടെയൊക്കെ ആകെ കാട് പിടിച്ചിരിക്കുന്നു. അത്രയായി കാലം. 10 പേരും കൂടി മാരിഷ എന്ന ഒരു പെൺകിടാവിനെ വിവാഹം ചെയ്തു. അവർക്ക് ഒരു പുത്രൻ ജനിച്ചു. ദക്ഷൻ എന്ന് പേരുവിട്ടു. ആ ദക്ഷൻ ഇങ്ങനെ വളർന്നു വന്നു. അദ്ദേഹത്തിനും യൗവനം വന്നു. ഇത്രയായപ്പോൾ ഈ 10 പേർക്കും തോന്നി ഒരു സത്രം നടത്താം എന്ന്. എന്നിട്ട് അതൊരു നല്ല സ്ഥലത്തിരുന്ന് ആയിക്കോട്ടെ. 10 പേരും കൂടി അന്വേഷിക്കാൻ തുടങ്ങി. അവർ നല്ല ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അതിനിടയ്ക്കാണ് പെട്ടെന്ന് ഒരു ബോധോദയം. അല്ല, നമ്മളെ രുദ്രഗീതം എന്നു പേരുള്ളൊരു മന്ത്രം ജപിച്ചേർന്നല്ലോ പണ്ട്. ഇപ്പോൾ 10 ആൾക്കും ഓർമ്മയില്ല. അതിൽ ഒരൊറ്റ വരി പോലും ഓർമ്മയില്ല. ഇനി എന്താ വേണ്ടേ? അവർ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇതാ വരുന്നു നാരദ മഹർഷി. ഭഗവാൻ ഇവർക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, വേണ്ടി വന്നാൽ ആളെ ഞാൻ പറഞ്ഞയച്ചോളാം എന്ന്. ഭഗവാൻ പറഞ്ഞിട്ടില്ല വാഗ്ദാനം. പക്ഷേ ഇവർ ഭഗവാനെ മറന്നു. അത് സ്വാഭാവികമാണ്. ഭക്തൻ ചിലപ്പോൾ ഭഗവാനെ മറന്നു എന്ന് വരും. ഭഗവാൻ ഭക്തനെ മറക്കാറില്ല. ആവശ്യമുള്ള സമയത്ത് ഭഗവാൻ ഒന്നുകിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടും, ഇല്ലെങ്കിൽ ഏതെങ്കിലും മഹാത്മാവിനെ പറഞ്ഞയക്കും. മഹർഷി വരണ കണ്ടപ്പോൾ 10 പേരും വീണങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്വാഗതം തയേ സുദർശേദ്യ ദിഷ്ട്യാനോ ദർശനംഗത. മഹർഷേ, നന്നായി ഇപ്പോൾ അങ്ങ് ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളുടെ ഭാഗ്യത്തിൻ്റെ വലിപ്പം. അല്ലെങ്കിലും തവ ചംക്രമണം. അങ്ങ് ലോകത്തിലിങ്ങനെ സഞ്ചരിക്കണത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഏതൊന്ന് അറിഞ്ഞാലാണ് ഞങ്ങളുടെ എല്ലാ സാംസാരികമായ ഖേദങ്ങളും കഷ്ടപ്പാടുകളും തീരുക? അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇതാണ് അവരുടെ അപേക്ഷ. നാരദൻ അപ്പോൾ പറഞ്ഞു, തജ്ജന്മ താനി കർമാണി. ഏത് ജന്മം കൊണ്ടാണോ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത് അതാണ് മനുഷ്യജന്മം എന്ന് വെച്ചാൽ. ഏത് കർമ്മങ്ങളെ കൊണ്ടാണോ ഭഗവാനെ പ്രസാദിപ്പിക്കുന്നത് അതാണ് സൽക്കർമ്മം എന്ന് വെച്ചാൽ. ഏത് ആയുസ്സിലാണോ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നത് അതാണ് പുരുഷായുസ് എന്ന് വെച്ചാൽ. ഏത് മനസ്സുകൊണ്ടാണോ ഭഗവാന്റെ കാരുണ്യാദികളായ സൽഗുണങ്ങളെ ധ്യാനിക്കുന്നത് അതാണ് മനുഷ്യ മനസ്സ് എന്ന് വെച്ചാൽ. ഭഗവാനെ പ്രസാദിപ്പിക്കണം. ഇല്ലെങ്കിൽ എല്ലാം വെറുതെയാണ്. കിം ജന്മഭി. ജന്മം കൊണ്ട് എന്ത് പ്രയോജനം?
ഞാൻ അത് പഠിച്ചു, ഇത് പഠിച്ചു, ആ കർമ്മം ചെയ്തു, ഈ കർമ്മം ചെയ്തു, എല്ലാം വെറുതെ. ഭഗവാനെ പ്രസാദിപ്പിച്ചുവോ? എങ്കിൽ ചെയ്തതെല്ലാം സഫലം. ഭഗവാനെ പ്രസാദിപ്പിച്ചില്ലേ? എന്നാൽ ചെയ്തതും പഠിച്ചതും എല്ലാം വിഫലം. ആ ഭഗവാനെയാണ് പ്രസാദിപ്പിക്കേണ്ടത്. യഥാതരോർ മൂലനിഷേചനേന, ഭഗവാനെ പ്രസാദിപ്പിച്ചാൽ എല്ലാവരെയും പ്രസാദിപ്പിച്ച ഫലമായി. മരത്തിന്റെ കടയ്ക്ക് വെള്ളമൊഴിച്ചാൽ മതി, എന്നാ വെള്ളം ആ മരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കോളും. ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തിന്റെ നാരായ വേരായി ശോഭിക്കണത് ഭഗവാനാണ്. ആ ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്. നിങ്ങളുടെ മേലുണ്ട്, കീഴുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട്, മുമ്പിലുണ്ട്, പിന്നിലുണ്ട്, ഉള്ളിലുണ്ട്, പുറത്തുണ്ട്. എവിടെയാ ഭഗവാനില്ലാത്തത്? ആ ഭഗവാനെ നിങ്ങൾ വേണ്ട പോലെ ഭജിക്കണം. ആ ഭഗവാങ്കലാണ് ഈ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടി നടന്നാലും ഇല്ലെങ്കിലും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, ആകാശത്തിൽ മഴക്കാറ് വന്നു എന്ന് വരും, മഴക്കാറ് പെയ്തു തീർന്നു എന്ന് വരും, മഴക്കാറ് പറന്നുപോയി എന്ന് വരും. പക്ഷേ ഇതുകളെ കൊണ്ടൊന്നും ആകാശത്തിന് ഒരു ബാധയും ഉണ്ടാവാറില്ല, നിർമ്മമമായിട്ടിരിക്കും. ഇതുപോലെ തന്നെയാണ് ഭഗവാങ്കൽ സൃഷ്ടി നടക്കുന്നു, ഭഗവാങ്കൽ ഈ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നിലനിൽക്കുന്നു. ഇതൊന്നും ഭഗവാനെ ഒരിക്കലും സ്പർശിക്കുക പതിവില്ലേയില്ല. അങ്ങനെയുള്ള ഭഗവാനെയാണ് കുട്ടികളെ നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത്. എങ്ങനെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാന്നല്ലേ? ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യാ യേന കേനവാ. എല്ലാവരോടും സ്നേഹം കാണിക്കണം. പ്രത്യേകിച്ച് ദീനന്മാരിൽ അളവില്ലാത്ത ദയ വേണം. ദയയാ സർവഭൂതേഷു, നാരദ മഹർഷിയുടെ ഉപദേശമാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാനുള്ള മാർഗം. ദയയാ സർവഭൂതേഷു, എല്ലാവരിലും ദയ കാണിക്കണം. സന്തുഷ്ട്യാ യേന കേനവാ, ഏത് സമയത്തും സന്തോഷിക്കാൻ സന്നദ്ധമായ ഒരു മാനസിക ഘടന വേണം. എന്നും പ്രിയം മാത്രമേ വരുള്ളൂ എന്ന് വിചാരിക്കരുത്. പ്രിയം എന്ന പോലെ പലപ്പോഴും അപ്രിയം വരും, ഇഷ്ടമെന്ന പോലെ പലപ്പോഴും അനിഷ്ടം വരും. ഇഷ്ടം വന്നാലും അനിഷ്ടം വന്നാലും ഇതെല്ലാം ഭഗവാന്റെ പ്രസാദം. ഈ പ്രസാദബുദ്ധിയ എല്ലാത്തിനെയും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ സന്നദ്ധത ഉണ്ടാവണം. സന്തുഷ്ട്യാ യേന കേനവ സർവേന്ദ്രിയോപശാന്ത്യാച, ഇന്ദ്രിയങ്ങളെ വേണ്ട പോലെ ഉപശമിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഒരാളുടെ ജീവിതം നോക്കിയ അയാളിൽ ഭഗവാൻ നല്ലോണം പ്രസാദിക്കും. സാധാരണ ഒരാൾക്ക് പലതരം ഏഷണകളുണ്ടാവാം. അർത്ഥൈഷണ, പുത്രൈഷണ, ദാരൈഷണ എന്ന് തുടങ്ങിയിട്ട് ഈ വക ഏഷണകളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് ഭഗവാനെ ഭരിക്കുക. നഭജതി, ചില ആളുകളെ അഹങ്കാരത്തോടു കൂടിയിട്ടാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക. ശ്രുതധനകുല കർമ്മണം, ഏതൊക്കെ തരത്തിൽ അഹങ്കരിക്കാം? ശ്രുതം, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള അഹങ്കാരം, ധനം, ധനാഭിമാനം, ഇതുകളെ കൊണ്ടൊക്കെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പുറപ്പെടുന്നത് ചില ആളുകൾ. ഇതുകളെ കൊണ്ടുണ്ടോ ഭഗവാൻ പ്രസാദിക്കണോ? ഏത് തരം അഹങ്കാരമായാലും അതുകളെ കൊണ്ടൊന്നും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. നഭജതി, ഈ അഹങ്കാരത്തോടു കൂടിയിട്ട് എന്ത് സമർപ്പിച്ചാലും അതൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല എന്നാണ് നാരദ മഹർഷി പറയണത്. ഞാൻ നല്ല ഭക്തനാണെന്ന് 4 പേര് പറയണം. അതിനെന്താ വേണ്ടേ? ഗുരുവായൂർ ഒരു ആനയെ നടക്കരുതാ, പിറ്റേ ദിവസം എൻ്റെ പേര് പത്രത്തിൽ വരും, എനിക്ക് സമൂഹത്തിൽ നല്ല പ്രാമാണ്യം ഉണ്ടാവും. ഇതിനു വേണ്ടി ഞാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും വേറൊരാളത് കണ്ടു, അയാൾക്ക് ഒരാനെ നടക്കരുത്തറയോ, എന്നാൽ എൻ്റെ വക 2 ആന. അപ്പോൾ അയാളുടെ പേര് പത്രത്തിൽ കുറച്ചും കൂടി വലിയ അക്ഷരത്തിൽ വരും. അതെ, ഇങ്ങനെ ആന നടക്കരുത്തി എന്നുള്ളതുകൊണ്ടൊന്നും ഭഗവാനെ അധികം പ്രസാദിപ്പിക്കാൻ പറ്റും എന്ന് തെറ്റിദ്ധരിക്കരുത്. ആനയെ നടക്കരുത്തൊന്നും വേണ്ട, ഒരു കുന്നിക്കുരു മതിയാവും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ. ഇങ്ങനെ വലിയ 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 വഴിപാടുകളൊക്കെ ചെയ്ത് ഭഗവാനെ വശീകരിക്കാം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. നാരദ മഹർഷി അതൊക്കെ നിഷേധിക്കുകയാണ്. നഭജതി കുമനീഷിണം സൈദ്യം ഹരിരഥനാത്മധനപ്രിയോ രസജ്ഞ. പണം കൊടുത്താൽ മനുഷ്യനെ വശീകരിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ, ഭഗവാനെ വശീകരിക്കാൻ പറ്റും എന്ന് ധരിക്കരുത്. ശ്രുതധന കുല കർമ്മണം മദൈഹി, വിദ്യാഹങ്കാരം, ധനാഹങ്കാരം, സ്ഥാനമാനങ്ങളുടെ അഹങ്കാരം, അധികാരത്തിന്റെ അഹങ്കാരം, ഏത് തരം അഹങ്കാരത്തോടുകൂടി എന്തൊക്കെ ചെയ്താലും അതുകളൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല. പ്രത്യേകിച്ച് നോക്കിക്കോളൂ, അകിഞ്ചനേഷു സൽസു, ഒന്നുമില്ലാത്തവരോട് ആണ് ഭഗവാന് അധികം പ്രിയം. അവർക്കാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ എളുപ്പവും. ഒന്നുമില്ലാത്തവർക്ക് അഹങ്കരിക്കാൻ വകയില്ലല്ലോ. അപ്പൊ തന്നെ ഭഗവാന്റെ ആഭിമുഖ്യം അവർക്ക് കൂടുതൽ കിട്ടും. ആലോചിച്ച് നോക്കൂ, കുചേരൻ എത്ര സ്വർണം കൊടുത്തിട്ടാണ് ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിച്ചത്? എത്ര ആനയെ കൊണ്ടു കൊടുത്തിട്ടാണ് ശ്രീകൃഷ്ണനെ സന്തോഷിപ്പിച്ചത്? അദ്ദേഹം ആകെ കൊണ്ടു കൊടുത്തത് വെറും 4 പിടി അവിലാണ്. 1 പിടിയാണ് ഭഗവാൻ തിന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് എത്ര ആവർത്തിച്ച്
എത്ര ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക ഭഗവാൻ പറഞ്ഞു പരമപ്രീണനം സഖേ, എന്തൊരു സ്വാദ് എന്ന്. എത്ര പ്രശംസിച്ചാലെന്താ, വെറും 4 പിടി അവിലാണ് അത്, അതിന് ഇത്രയ്ക്കൊക്കെ മേന്മയുള്ളൂ. ആ അവില് നല്ല സ്വാദ്. പിന്നെയോ ആ അവില് കൊണ്ടു ചെല്ലുമ്പോൾ കുചേലന് ശ്രീകൃഷ്ണന്റെ നേർക്ക് ഒരു പ്രേമം, ഒരു ഭക്തി ഉണ്ടായിരുന്നു. അതിനാണ് ഈ സ്വാദ് മുഴുവൻ. എന്ത് സാധനം കൊണ്ടു കൊടുക്കണു എന്ന് ഭഗവാൻ നോക്കാറില്ല, എത്ര കൊണ്ടു കൊടുക്കണു അതും ഭഗവാൻ നോക്കാറില്ല. ആ സമർപ്പിക്കണ സമയത്ത് അയാളുടെ ഹൃദയത്തിലേക്കാണ് ഭഗവാൻ നോക്കുക. പ്രേമഭക്തിയോട് കൂടിയിട്ടാണോ സമർപ്പിക്കണത്, അങ്ങനെയാണെങ്കിൽ ഭഗവാൻ പ്രസാദിക്കും. അല്ല അഹങ്കാരത്തിന് വേണ്ടിയിട്ടാണോ, തൻ്റെ പ്രാമാണ്യത്തിനും തൻ്റെ യശസ്സിനും വേണ്ടിയിട്ടാണോ, എന്നാൽ അതൊന്നും ഭഗവാൻ സ്വീകരിക്കുകയില്ല. കുട്ടികളെ, നിങ്ങൾക്ക് പ്രേമഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാണ് നാരദ മഹർഷിയുടെ അനുഗ്രഹം. നാരദന്റെ ഉപദേശം അതിഗംഭീരമായൊരു ഉപദേശമാണ്. അത് ഇരുന്ന് നല്ലോണം പഠിച്ചു മനനം ചെയ്യേണ്ടതാണ്. ഏതായാലും നാരദന്റെ ആ അനുഗ്രഹം മേടിച്ച് 10 പേരും ഒരേകാന്ത സ്ഥലത്ത് ചെന്നിരുന്നു, തപസ് ചെയ്തു. അവരും പരമാത്മാവിൽ വിലയം പ്രാപിച്ചു, സായുജ്യമുക്തി അടഞ്ഞു എന്നർത്ഥം. ഈ വക കഥകളെല്ലാം ഹരിദ്വാരത്തിലിരുന്ന് മൈത്രേയ മഹർഷി വിതുരനെ എങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഥ എങ്ങനെ കേട്ട് 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 വിതുരന് ഇപ്പോ നാരദ മഹർഷിയോട് എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം. എത്ര ആളുകളെയാ നാരദ മഹർഷി ഉപദേശം കൊടുത്ത് ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചത്. 5 വയസ്സായ ധ്രുവൻ ഇറങ്ങിപ്പുറപ്പെട്ടപ്പോ ധ്രുവന്റെ മുമ്പിൽ നാരദ മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. ആ വംശത്തിൽ പിറന്ന യാഗം ചെയ്തുകൊണ്ടിരുന്ന പ്രാചീന ബലിഹ്യസിനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചു. അദ്ദേഹത്തിന്റെ പുത്രന്മാരായ പ്രചേതസ്സുകളെയും ഭഗവാന്റെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചു. ഇങ്ങനെ ആളുകളെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കുന്ന നാരദ മഹർഷിയുടെ കഥ കേട്ടതിന്റെ ചൂടാറുന്നതിന് മുമ്പ് തനിക്കും ഒരാളെ ഭഗവാന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകണം എന്ന് വിതുരന് തോന്നിപ്പോയി. തനിക്കുണ്ടല്ലോ കണ്ണു കാണാത്ത ഒരു ജ്യേഷ്ഠൻ, അദ്ദേഹത്തിനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊന്ന് നോക്കണം എന്ന് തോന്നിപ്പോയി വിതുരന്. മൈത്രേയ മഹർഷിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, മഹർഷേ എനിക്ക് തൃപ്തിയായി, ഞാൻ പോണു എന്നും പറഞ്ഞു. എന്നിട്ട് വിതുരൻ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് പോന്നു. ഹസ്തിനപുരിയിൽ വന്നു. രാത്രി സമയത്താണ് ധൃതരാഷ്ട്ര അടുക്കിലേക്ക് ചെന്നത്. അതെ, ഇങ്ങനെ ഊണും കഴിച്ചപ്പോഴെങ്കിലും കൂടിയാൽ മതിയോ? എന്നാണ് ആയുസ് അവസാനിക്കാന്ന് അറിഞ്ഞുകൂടാ. വരൂ, ഉണ്ടെങ്കിൽ നമുക്ക് ഈശ്വരനെ ഭരിക്കാം, നമുക്ക് 2 പേർക്കും ഒപ്പം ഈശ്വരനെ ഭരിക്കാം, വരൂ എന്ന് വിതുരൻ പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ ഇരുന്ന് ധൃതരാഷ്ട്ര കയ്യുമ്മ കയറിപ്പിടിച്ചു. ഗാന്ധാരിയും ഒപ്പം പോന്നു. അങ്ങനെയാണ് 3 പേരും കാട്ടിൽ എത്തിച്ചേർന്നത്. ആ 3 പേരും ഭഗവാനെ ഭജിച്ച് 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 മുക്തി അടയുകയും ചെയ്തു. മോക്ഷം കിട്ടാൻ പാകത്തിന് ഒരു നല്ല കാര്യവും ധൃതരാഷ്ട്രർ ഇതേവരെ ചെയ്തിട്ടില്ല. എന്നാലും അദ്ദേഹത്തിന് നല്ല ഒരനുജനുണ്ടായിരുന്നു. ആ അനുജന്റെ മേൽവിലാസത്തിൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. അന്ന് വിതുരൻ ഹരിദ്വാരത്തിൽ നിന്ന് തിരിച്ചു വന്നതും ധൃതരാഷ്ട്രരെ കൈപിടിച്ച് കാട്ടിലേക്ക് പോയതും മറ്റുമായ ആ കഥകളൊക്കെ ഇന്ന് ഗംഗാതീരത്തിരുന്ന് ശ്രീശുകൻ പരീക്ഷത്തിനെ കേൾപ്പിച്ചു. ആ പരീക്ഷത്തിന്റെ മുത്തച്ഛനാണല്ലോ ഈ വിതുരൻ, അദ്ദേഹമാണല്ലോ ഇതൊക്കെ ചെയ്തത്. ശ്രീശുകൻ ഒടുക്കം പറഞ്ഞു, ദാ അങ്ങയുടെ മുത്തച്ഛൻ ഇങ്ങനെയാണ് ചെയ്തത്, കുറച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ മതി എന്നും പറഞ്ഞ് അവിടുന്ന് എണീറ്റ് പോയി. അങ്ങയ്ക്ക് മതിയായോ? എന്നാൽ ഇവിടെ വച്ച് നിർത്താം. പരീക്ഷിത്ത് പറഞ്ഞു, അദ്ദേഹത്തിന് കുറച്ച് കേട്ടാൽ അതിനപ്പുറമുള്ളത് ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരും. എനിക്ക് അത്രയൊന്നും ആയിട്ടില്ല, ഇനിയും എനിക്ക് പലതും കേൾക്കേണ്ടതുണ്ട്. ശ്രീശുകൻ പരീക്ഷത്തിന് ഉപദേശം ആരംഭിച്ചു. ഇതോടുകൂടി 4ാമത്തെ സ്കന്ധം അവസാനിച്ചു. വിതുരനും മൈത്രേയ മഹർഷിയും തമ്മിലുള്ള സംവാദവും അവസാനിച്ചു. നാരായണ 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 സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.